ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബോളിയുടേതാട്ടോ. നമ്മുടെ മലബാറുകാർക്ക് അത്ര പരിചയമില്ലെങ്കിലും തിരുവനന്തപുരത്തൊക്കെ സദ്യയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ബോളി. അപ്പോൾ നമ്മുടെ ഈ വർഷം നമ്മുടെ ഓണസദ്യയിൽ ഒരു പുതിയ അതിഥി കൂടി. അപ്പോൾ ബോളിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു. ബോളി തയ്യാറാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാം. നമ്മൾ 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കടലപ്പരിപ്പ് നമ്മൾ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ഏതാണ്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മതി. പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്, കൂടുതലില്ല, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാലില്ല ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കടലപ്പരിപ്പ് ആദ്യം ഒരു വിസിൽ അടുപ്പിച്ച് നോക്കാം. കുതിർത്തൊന്നൊന്നുമില്ല കേട്ടോ, ഇത് സോക്ക് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് വേവിക്കുകയാണ്. അപ്പോൾ നമുക്കൊരൊറ്റ വിസിലിന് വെയിറ്റ്. ഒരു വിസിൽ വന്നു, ഇത് ഓഫ് ചെയ്തു. എന്നിട്ടൊന്ന് നോക്കിയിട്ട് ഒരു വിസിലും കൂടി നമുക്ക് എടുക്കാം. 2 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ആവി പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് വെള്ളം വാർത്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അരിച്ചെടുക്കാം. നമ്മൾ ഈ വേവിച്ച് ഒന്ന് അരിച്ചെടുത്ത കടലപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ആയിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയാണേ, അരയ്ക്കുകയല്ല ചെയ്യുന്നത്. നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അത് 1/2 കപ്പുള്ളത് 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. അരയ്ക്കല്ല, പൊടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല തരി തീരെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചത് നമുക്ക് കാണുമ്പം കണ്ടില്ലേ, നല്ല ഈ രീതിയിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഭാഗവും കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഈ കടലപ്പരിപ്പ് വെള്ളം പോക്കിയത് ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പരത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടലപ്പരിപ്പ് പൊടിച്ചതില്ലേ, അതൊന്ന് നമ്മൾ പാകമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ഗീ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നമ്മളുടെ ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തത്, അരയ്ക്കല്ല പൊടിച്ചെടുത്ത ഈ കടലപ്പരിപ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറിയ തീയിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് മൂത്ത് വരാൻ പാടില്ല. അത് കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഇത് ചെറിയ തീയിൽ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. നമ്മളിത് ഏകദേശം ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നേരത്തെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതിൽ 1.5 സ്പൂൺ നമ്മൾ മൈദ കുഴയ്ക്കുന്നതിലേക്ക് ഇട്ടു. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ കടല പൊടിച്ചില്ലേ, ഇതിലേക്ക് കടലപ്പരിപ്പ് പൊടിച്ചതിലേക്ക് നമുക്കിടാം. ഒട്ടും കൂടുതലാവില്ല, ഒക്കെ കണക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് കുഴയ്ക്കാനുള്ള പാകത്തിലായിട്ട് വരും. അപ്പോൾ ഒരു കാര്യം കൂടെയുണ്ട്, ഇതിൻ്റെ കൂടെ ഏലക്കായ പൊടിച്ചതിടണം. ഒരു 5-6 ഏലക്കായയുടെ പൊടി ഇടണം. പക്ഷെ ഞാനിപ്പോൾ പൊടിച്ച് വെക്കാത്തത് കൊണ്ട് ഇതിന് ശേഷം ഉരുട്ടുമ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തോളാം. നിങ്ങൾ എന്തായാലും ആ ഏലക്കായ കൂടെ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് വറുത്ത് എടുക്കുക. ഇതൊന്നും എല്ലാം കൂടെ മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുളയാക്കിയിട്ട് തണുത്തതിന് ശേഷം ഉരുളയാക്കിയിട്ട് എടുക്കാം. ഉരുട്ടാൻ പറ്റുന്ന പാകമായിട്ടുണ്ട്. ഇത് തന്നാലും ഉരുണ്ട് വരുന്നുണ്ട്.
അതുകൊണ്ട് നമുക്ക് ഇത് പഞ്ചസാരയും നെയ്യും ഇതൊക്കെ ചേർന്നതാണ്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് ഉരുട്ടാം. കണ്ടില്ലേ, ഏകദേശം നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലേക്ക് ആയിട്ടുണ്ട്. കണ്ടോ? നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. നമ്മൾ കടലപ്പരിപ്പ് അത് ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. നമുക്കത് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെയുള്ള ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ വലുപ്പത്തിൽ ഒരു 6 ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെറുതെ തിന്നാൽ തന്നെ നല്ല സ്വാദാട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നടപടി എന്താ നോക്കാം. നമ്മൾ മൈദ ഇവിടെ പാകാക്കാൻ വെച്ചിട്ടില്ലേ, അപ്പോൾ ഇവിടെ മൈദ നല്ല പാകമായിട്ടുണ്ട്. എണ്ണയിലൊക്കെ കുളിച്ച് നല്ല നന്നായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൈദ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനൊരു കോട്ടിങ് എന്നുദ്ദേശിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 6 ഭാഗമാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ മൈദ എടുത്തിട്ട്, മൈദയുടെ ഭയങ്കര സോഫ്റ്റാട്ടോ, ഇതാ നമ്മുടെ കയ്യിൽ വെച്ചിനെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. പിന്നെ ഇത് നമുക്ക് കുറച്ച് അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പത്തിരിപ്പൊടി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്താം. പത്തിരിപ്പൊടി കുറച്ച് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഭംഗിക്കൊരു നല്ല വൃത്തുണ്ടായിക്കോട്ടെ. അപ്പോൾ ഒരു നല്ല വട്ടം കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട് ഞാനൊന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ടായിട്ടില്ല, നമുക്കൊന്നുകൂടെ നന്നായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. പാന് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചുട്ടെടുക്കാം കേട്ടോ. ചെറിയ തീയിലാണ് വേവിക്കുന്നത്, കൂടുതൽ ചുട്ടെടുക്കുന്നത്. അധികം ക്രിസ്പി ആവരുത്. അതിൻ്റെ ഇത് ആ സോഫ്റ്റ്നെസ്സോട് കൂടി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ക്രിസ്പി ആവരുത് കേട്ടോ. നല്ല കൂട്ടാണ്, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ നന്നായിട്ട് വെന്തതാണ്. മാവ് ഒരു ചെറിയൊരു കവറിങ് മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരിത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ പോളി അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇറക്കാൻ നേരം മാത്രമേ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ ക്രിസ്പിനെസ് വേണ്ട പോളിക്ക്, അതുകൊണ്ട് നമുക്ക് ഒന്ന് തടവി കൊടുക്കാം. നമ്മുടെ പോളി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബോളിയാട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പത്മനാഭൻ്റെ നാട്ടിലെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഓണസദ്യ വിഭവമായ ബോളിയാണ്. അപ്പോൾ നമുക്ക് ബോളി നോക്കാം. ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഭയങ്കര നന്നായിട്ട് നല്ല സോഫ്റ്റ് ബോളി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, ഞാൻ കഴിച്ച ആ ബോളിയുടെ അതേ സ്വാദ്. പക്ഷെ ചില ബോളിയുടെ വശമൊക്കെ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഹാർഡൊന്നുമല്ല, നല്ല സ്വാദായിട്ടുള്ള ബോളിയാണ്. എല്ലാവരും ഈ ഓണസദ്യയോടൊപ്പം ഈ ഒരു വെറൈറ്റി കൂടി പരീക്ഷിച്ച് നോക്കുക. നമുക്ക് മലബാറുകാർക്ക് സദ്യയിൽ അത്ര പരിചിതമല്ലാത്ത സാധനമാണ്, എങ്കിലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് പ്രയാസമുണ്ടെങ്കിലും നമുക്കത് സക്സസ് ആകുമ്പോഴൊരു സന്തോഷമില്ലേ, തീർച്ചയായിട്ടും അനുഭവിച്ചറിയാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.